വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ എത്ര വിശ്വം ഭവതി ഏക നീഢം എന്നുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ അതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. എന്താണ്? ഇവിടെ ലോകം ഒരു കിളിക്കൂട് പോലെ പരിണമിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഓരോ കുഞ്ഞിൻ്റെയും ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മളുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ വലിയ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ പാഠപുസ്തകങ്ങൾ നോക്കി പഠിച്ചു. ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം, ഞങ്ങൾ ആ വരികൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ആ കവിത നമ്മൾ ചൊല്ലി പഠിച്ചു. അതുപോലെ ഫിസിക്സിൽ തിയറികൾ പഠിച്ചത് നമ്മുടെ പാഠപുസ്തകത്തിൽ. പിന്നെ വളരെ ചെറിയ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ടീച്ചേഴ്സ് വന്ന് ക്ലാസ്സിൽ കാണിക്കും. ഞാൻ SSLC സിലബസാണ് പഠിച്ചത്. അപ്പോൾ വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള നിലയിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണിക്കാവുന്നതൊക്കെ, ഇതാണ് ഈ എക്യുപ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന്, ഇതാണ് ഈ എക്യുപ്മെൻ്റ് എന്നൊക്കെ കാണിക്കും. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള, നമ്മളെപ്പോഴും പറയുന്നത് ചൈൽഡ് സെൻട്രിക്, ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം. കാരണം ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ പോലെ ആയിരിക്കണം എന്നില്ല ഇളയ കുട്ടി. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ കുഞ്ഞുങ്ങളെ. ഇന്നയാളെ കണ്ടുപിടിക്കും. വാസ്തവത്തിൽ അത് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചില മാതൃകകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാം. പക്ഷെ നമുക്ക് മറ്റൊരാളെ പോലെ ആകാനായിട്ട് കഴിയില്ല. പല വ്യത്യസ്തതകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്? നമ്മുടെ താലന്തുകൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് കണക്കായിരിക്കും ഇഷ്ടം, ചിലർക്ക് കണക്കിഷ്ടമില്ലായിരിക്കും, ചിലർക്ക് സാഹിത്യമായിരിക്കും ഇഷ്ടം, ചിലർക്ക് ശാസ്ത്രമായിരിക്കും ഇഷ്ടം, ചിലർക്ക് സാമൂഹ്യ ശാസ്ത്രമായിരിക്കും ഇഷ്ടം. ഓരോ കുഞ്ഞിൻ്റെയും കുട്ടിയുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ്. ഇനി ഇതൊന്നുമല്ലാതെ ചിലർക്ക് നല്ല പ്രോബ്ലം സോൾവർ ആയിരിക്കും, വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒരാൾക്കൊരു വിഷയമുണ്ടെങ്കിൽ എന്ത് പറ്റി, സാരമില്ല കേട്ടോ, നമുക്കതിൽ പരിഹാരം ഉണ്ടാക്കാം, നീ ക്ലാസ് ടീച്ചറുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അത് അല്ലെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യുന്നൊരു സാഹചര്യം. അങ്ങനെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ചിലർക്ക് കഴിവുണ്ടാകും. ചിലർക്ക് സ്പോർട്സിലായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പം നമ്മൾ അധ്യാപകനാകാൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്. ടു ടീച്ച് ജോൺ മാത്സ് യു ഹാവ് ടു നോ ജോൺ ആൻഡ് യു ഹാവ് ടു നോ മാത്സ്. ജോണിനെ മാത്സ് പഠിപ്പിക്കണമെങ്കിൽ, കണക്ക് പഠിപ്പിക്കണമെങ്കിൽ ജോണിനെ അറിയണം, കണക്കും അറിയണം. നമ്മളെല്ലാം വ്യത്യസ്ത. ഇപ്പം നമ്മുടെ ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലുള്ളവരോ ഹൈസ്കൂളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ കടന്നു വന്ന ചിലർ ബസ്സിൽ വന്നു, ചിലർ സ്കൂൾ ബസ്സിൽ വരും, ചിലർ പേരൻസ് കൊണ്ടുവിടും. രാവിലത്തെ സാഹചര്യം വ്യത്യസ്തമാണ്, കുടുംബത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്, വളർന്ന രീതികൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞത്, അപ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രോംപ്റ്റ് ചെയ്യുക, അതിൽ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് വിദ്യാഭ്യാസ രീതി ഏത് രീതിയിൽ മാറി? നമ്മൾ പരീക്ഷണങ്ങൾ ക്ലാസ് മുറികളിൽ നടത്തുന്നു, സ്മാർട്ട് ബോർഡുകളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നു, വരണ്ട ഭൂമി കാണുന്നു, വിണ്ടുകീറിയ ഭൂമി, വെള്ളമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നു. അവിടെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ഈ ചിത്രങ്ങൾ പതിയുന്നത്. അതുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നു. ഫിസിക്സിൽ, ബയോളജിയിൽ, കെമിസ്ട്രിയിലൊക്കെ തന്നെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി പഠിക്കുന്നു. കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ആ നിലയിൽ മാറിയ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ രീതികളനുസരിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം മാറ്റാനെടുത്ത ഒരു തീരുമാനം, ആ ഒരു വീക്ഷണം, ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് അമേലച്ചൻ ഇവിടെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഈ ഘട്ടം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാനേജ്മെൻറ്റ്, നമ്മുടെ സ്കൂളുകളുടെ വികസന ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള നന്മകളും നേരുന്നു. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ളത്, നിങ്ങൾക്കെല്ലാം അംബീഷൻസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളുണ്ടാകും. ചിലർക്ക് നല്ല ഫുട്ബോൾ പ്ലെയർ ആകണം എന്നായിരിക്കും ഇഷ്ടം,
ചിലർക്ക് നല്ല പാട്ടുകാരനോ പാട്ടുകാരിയോ ആകണം എന്നായിരിക്കും. ചിലർക്ക് റിസർച്ച് ചെയ്യണം എന്നായിരിക്കും താല്പര്യം. എനിക്ക് ശാസ്ത്രത്തിൽ റിസർച്ച് ചെയ്യണം. ചിലർക്ക് ജില്ലയുടെ ഭരണാധികാരികളാകണം എന്നായിരിക്കും ഇഷ്ടം, ജില്ലാ കളക്ടറോ ജില്ലാ പോലീസ് മേധാവിയോ. അല്ലെങ്കിൽ ചിലർക്കോ പൊതുപ്രവർത്തന രംഗത്ത് ആകണം എന്നായിരിക്കും. ഏതാണ് നിങ്ങളുടെ ഇഷ്ടവും ഏതുമാകട്ടെ, നിങ്ങൾ ആ സ്വപ്നം ഓരോ ദിവസവും ആ സ്വപ്നത്തെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ഓർക്കുന്നതിനും. ഞാൻ ജില്ലാ കളക്ടറായാലും എങ്ങനെയായിരിക്കും, ഞാൻ ആലപ്പുഴ ജില്ലയുടെ കളക്ടറാകുമ്പോൾ എന്തൊക്കെ ചെയ്യും, ഞാൻ ജില്ലാ പോലീസ് മേധാവിയാകുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അപ്പോൾ ആ നിലയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. സ്വപ്നങ്ങളെ ചേസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ, അതിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒന്നും അസാധ്യമല്ല എന്നോർക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് ഇതൊക്കെ. നമ്മൾ ഈ ഹാളിലോട്ട് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ പരീക്ഷ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ വന്ന് പരീക്ഷ എഴുതുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും ഒക്കെ ചെയ്യുന്നത്. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്മ നേരുന്നു.